പ്രൈസ് ദി ലോർഡ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. തീർച്ചയായിട്ടും താൻ പരീക്ഷിച്ച് നോക്കിയിട്ടായിരിക്കും പറഞ്ഞത്. ഇന്നതിനേക്കാൾ ഇന്നത് നല്ലതെന്ന് ഒരു വ്യക്തി പറയണമെങ്കിൽ തീർച്ചയായിട്ടും അത് പരീക്ഷിച്ച് നോക്കി. ദാവീദിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും താൻ മനുഷ്യരിൽ ആശ്രയിക്കേണ്ട ആവശ്യകത വന്നു. പ്രഭുക്കന്മാരിൽ ആശ്രയം ചൊല്ലേണ്ടതായ പല സാഹചര്യങ്ങളും ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷെങ്കിൽ പിന്നീടാണ് മനസ്സിലായത് ആ ആശ്രയങ്ങളൊന്നും ശാശ്വതമല്ല, താൽക്കാലികമാണ്. പ്രതീക്ഷിച്ച ഗുണത്തേക്കാൾ കൂടുതൽ അപ്രതീക്ഷിതമായ ദോഷങ്ങളെ വിളിച്ചു വരുത്തുന്ന ആശ്രയങ്ങളാണ് അതൊക്കെയെന്ന് ദാവീദ് കണ്ടുപിടിച്ചു. ഒരിക്കൽ ഒരു ഭക്തനായ ചെറുപ്പക്കാരൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് പലയിടത്തും വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പല കമ്പനികളിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു. ഒടുവിലൊരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തനിക്കൊരു ജോലി കിട്ടി. ആ ജോലി കിട്ടി തന്നോടൊപ്പം അതേ ദിവസം പല ഉദ്യോഗാർത്ഥികളെ അതേ തസ്തിക വെച്ച് അവിടെ റിക്രൂട്ട് ചെയ്ത് ജോലിക്ക് എടുക്കുകയുണ്ടായി. അവരെല്ലാം ജോലിക്ക് കയറി കുറേ നാൾക്ക് ശേഷം അവരൊക്കെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശയും റെക്കമെൻഡേഷനിലും ഒക്കെ പല പല പടവുകൾ കയറി മുൻപോട്ട് പോയി. പ്രൊമോഷൻസ് പല പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാറി മാറി അവർക്ക് ജോലി കിട്ടി, പുരോഗമനം കിട്ടി, ശമ്പളം വർദ്ധിപ്പിച്ച് കിട്ടി. എന്നാൽ ഈ ഭക്തനായ മനുഷ്യൻ അദ്ദേഹം വെറുങ്കയോട് അവിടെ ഇരിക്കാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കാരണം തനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിയത് തന്നെ ദൈവമാണ് കൊണ്ട് കൊടുത്തതെന്ന് തനിക്കൊരു ചിന്ത. താനത് വിശ്വസിച്ചു. കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ദൈവവചനത്തെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. മറ്റുള്ളവർ തന്നെ പരിഹസിച്ചു. ഭക്തനായവൻ അതിഭക്തൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപവും പരിഹാസവും തനിക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ വളരെയധികം ഏറ്റെടുക്കേണ്ടി വന്നു. ജ്ഞാനത്തെ പ്രാപിക്കുവാൻ താൻ സമയം കണ്ടെത്തി. ഏതൊരു കാര്യത്തിലും ദൈവത്തോട് ആലോചന ചോദിക്കുക, ജ്ഞാനം പ്രാപിക്കുക. ആ ജ്ഞാനം തന്നിൽ വളരുന്നതായി തനിക്ക് അനുഭവപ്പെട്ടു. ഒരു ദിവസം ഈ കമ്പനിയിൽ അവർക്ക് അതിജീവിക്കാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധി ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉലച്ചു. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഉന്നതങ്ങളിൽ നിന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അത്രയ്ക്ക് വല്ല പ്രതികൂലം ആ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം, ആ ജോലിയെല്ലാം നഷ്ടപ്പെടുന്നതായ ഒരു സാഹചര്യം വന്നു. അപ്പോൾ തനിക്ക് എന്താ സംഭവിച്ചതെന്നറിയാമോ? താൻ പെട്ടെന്ന് അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ളതായ ഒരു ജ്ഞാനം ദൈവം ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊടുത്തു. ഉന്നത അധികാരികളെ വിളിച്ച് ഈ ജ്ഞാനം അവരുടെ കയ്യിൽ പകർന്നു. ഇന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ അത് ക്ലോസിങ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ കഴിയുമെന്ന് താൻ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, ചില നാളുകൾക്കുള്ളിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ഡയറക്ടറായിട്ട് തനിക്കൊരു പ്രൊമോഷൻ കിട്ടി. നോക്കൂ, ദൈവം കൊണ്ടുവരുമ്പോൾ അത് മനുഷ്യർ കൊണ്ടുവരാത്ത രീതിയിൽ ഉന്നതമായിരിക്കും. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു തിരുവചനം വായിക്കാം. സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യം. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. 8-ാം വാക്യം. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജ്ഞാനം നമ്മുടെ കർത്താവാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തീർന്നു. അപ്പോൾ ജ്ഞാനം കുറവുള്ളിടത്ത്, വിവേകം കുറവുള്ളിടത്ത്, അറിവ് കുറവുള്ളിടത്ത് ക്രിസ്തു കടന്നു വരുമ്പോൾ, ആരും സഹായമില്ലാത്ത സ്ഥാനത്ത് യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അവൻ സകലരിലും ആശ്രയിക്കുന്നതിനേക്കാൾ ഉന്നതത്തിൽ ആശ്രയിച്ചതായ ഒരു സമാധാനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും മനുഷ്യരാൽ തള്ളപ്പെട്ടും മനുഷ്യരാൽ ഒരു നോക്കുപോലും നോക്കാതെ ഉന്നതാധികാരികൾ അല്ലെങ്കിൽ മേലധികാരികൾ നമ്മെ മാനിക്കേണ്ടവർ, നമ്മെ ഉയർത്തേണ്ടവർ നമ്മെ കണ്ടില്ല എന്ന് പോലും നടിക്കുന്ന പല സാഹചര്യങ്ങൾ കാണും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, യൗവനക്കാരെ, കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ,
ആരിൽ ആശ്രയിച്ചാൽ എനിക്ക് ഉയർച്ച കിട്ടുമെന്ന് ചിന്തിക്കുന്നവരെ, ഭാരപ്പെടുന്നവരെ, പലരാലും താഴ്ത്തപ്പെട്ട ഹൃദയം, മുരടിച്ച ഹൃദയങ്ങളെ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു, നീ അതിനെ ഉയർത്തുക. ഏതിനെയാണെന്ന് അറിയാമോ? ക്രിസ്തുവിനെ ഉയർത്തുക. നിനക്ക് ജ്ഞാനമായി ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ ഉയർത്തുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് അഭ്യസനമുണ്ടെങ്കിൽ, ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്നെ പോകുന്നിടത്തൊക്കെ നിന്നെ ഉയർത്തും. അത് നിന്നെ മാനിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ സ്നേഹിക്കും. നീ മറ്റുള്ളവരാൽ അദൃശ്യകരങ്ങളാൽ നടത്തപ്പെടുന്ന ഒരു ദിവ്യ ശക്തി നിന്നിൽ വ്യാപരിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവശക്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ പവറാണ്. കർത്താവ് നമുക്ക് ജ്ഞാനം തരുമ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുവാനുള്ള ഒരു ശക്തി ലഭിക്കുന്നു. സദൃശ്യവാക്യം 8-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ, ബുദ്ധിയായവൾ അല്ലെങ്കിൽ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിക്കലും ഗോപുരദ്വാരത്തിങ്കലും ഘോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനം നിൽക്കുന്ന സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് കഴിവില്ലാത്തപ്പോൾ, കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് വയ്ക്കൂ, നമ്മുടെ സ്വന്തമായ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് വയ്ക്കൂ, നാം ജോലി ചെയ്യുന്ന സ്ഥലത്തൊരു പ്രശ്നമുണ്ടെന്ന് വയ്ക്കൂ, എന്ത് തീരുമാനമെടുക്കണമെന്ന് പലപ്പോഴും നമ്മൾ തന്നെ ആശയക്കുഴപ്പത്തിലാകും. അവിടെ ഇതാ ജ്ഞാനവുമായിട്ട് വരുന്നു. 4 വരി പാതകൾ കൂടുന്നിടത്ത്, അല്ലെങ്കിൽ 4 പേർ കൂടുന്നിടത്ത്, ആ സംഗമസ്ഥാനത്ത് ഏതു വഴിയെ തിരിയണമെന്നറിയാതെ നട്ടം തിരിയുന്നവർക്ക് ചൂണ്ടുപലകയായി കർത്താവ് അവിടെ വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പടിവാതിൽക്കലും ഗോപുരവാതിൽക്കലും അല്ലെങ്കിൽ പട്ടണവാതിൽക്കലും ഒക്കെയും പ്രമുഖന്മാർ കൂടുന്നിടത്ത്, അധിപതികൾ കൂടുന്നിടത്ത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ നിന്റെ ജീവിതം, എങ്ങനെ നിന്റെ ജോലി മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ കർത്താവ് നമുക്ക് ജ്ഞാനമായിട്ട് തരുന്നു. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ആശയക്കുഴപ്പത്തിലാകുന്നില്ലേ? എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് സമാധാനം കൊണ്ടുവരേണ്ടതെന്ന് അറിയാതെ നമ്മൾ പലപ്പോഴും കുഴയുന്നവരാകും. പലപ്പോഴും നമ്മുടെ ഉറക്കത്തെ കെടുത്തതാകും. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. എന്നാൽ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം ആർ കണ്ടെത്തും? പരിഹാരിയായ ക്രിസ്തുവിനെ ആർ കണ്ടെത്തും? അവരുടെ ജീവിതത്തിൽ സമാധാനം ഇതാ കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിൻ്റെ വഴി നമുക്കുള്ളിൽ വസിക്കുന്ന ജ്ഞാനമാണ് തുറന്നു വരുന്നത്. സമാധാനം സമാധാനമെന്ന് എല്ലാവരും പറയും. പക്ഷേ സമാധാനം എവിടെ ലഭിക്കും? നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനം വസിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ജ്ഞാനമാണ് നമുക്ക് സമാധാനം കൊണ്ടുവരുന്നത്. എന്ത് തീരുമാനമെടുക്കണം, ഏതു വഴിയായിട്ട് പോകണം, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നെല്ലാം ഈ ജ്ഞാനം നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. കർത്താവ് ഒരിക്കലും ശിഷ്യന്മാരോട്, എൻ്റെ നിമിത്തം നിങ്ങളെ അവർ പള്ളികളിലും ന്യായാസനങ്ങളിലും കൊണ്ടുപോയി നിങ്ങളെ ചോദ്യം ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കും, എന്ത് പറയണമെന്നറിയാതെ നിങ്ങൾ വെമ്പൽ കൊള്ളും, നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാകും. എന്നാൽ ഭയപ്പെടരുത്, നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ അപ്പോൾ ബോധിപ്പിക്കും. നേരത്തെ ബോധിപ്പിക്കുകയല്ല, അപ്പോൾ ജ്ഞാനം തരും. അപ്പോൾ കർത്താവ് തരുന്ന ജ്ഞാനം നേരത്തെ തന്ന് നമ്മുടെ കയ്യിൽ ഷോക്കായിട്ട് വെക്കുകയല്ല, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടെന്ന് അവൻ വെളിപ്പെടുകയാണ്. നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടും കൊണ്ട് ജ്ഞാനമായവൾ തൻ്റെ ശബ്ദത്തെ ഉയർത്തി വിളിക്കുകയാണ്, എൻ്റെ മകനെ, മകളെ, വേഗം കൈക്കൊള്ളുക, ഇന്ന തീരുമാനമെടുക്കുക, ഇതുവഴി തിരിയുക എന്ന് കർത്താവ് നമുക്ക് ബോധിപ്പിക്കും. എത്ര മനോഹരമാണ് ക്രിസ്തീയ ജീവിതം! ഈ മാധുര്യമേറിയ ജീവിതത്തിൻ്റെ അവകാശികളായി കർത്താവ് നമ്മെ വിളിച്ചത് ശ്രേഷ്ഠ അനുഭവം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്, നീ ജ്ഞാനത്തെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ജ്ഞാനമായവളെ അവൾ എവിടെ നിൽക്കുന്നുവെന്ന് നിനക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ആരാണെന്ന് അവൻ്റെ പേരെന്നത് നിനക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിവേഗത്തിൽ അവൻ്റെ അടുത്ത് നിനക്ക് കടന്നു ചെന്ന് അവനെ നിനക്ക് സ്വന്തമാക്കുവാൻ കഴിയും. അവനെ നിന്റെ ഹൃദയത്തിലേക്ക് ആലിംഗനം ചെയ്യുവാൻ കഴിയും. അങ്ങനെ ആലിംഗനം ചെയ്യുമ്പോൾ, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ആലിംഗനം ചെയ്യുമ്പോൾ, അത് നമ്മെ ഉയർത്തും.
മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ മാന്യരാക്കും. നമ്മളുടെ വാക്കുകൾക്കെല്ലാം വലിയൊരു വ്യത്യാസം. നാം സംസാരിക്കുന്ന വാക്കുകൾ 4 പേർ കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഒരു കർത്താവ് ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ വാക്കുകൾക്കെല്ലാം വ്യത്യാസമാണ്. മാധുര്യമായ വാക്ക്, ഇൻപമായ വാക്ക്, കലഹത്തിൻ്റെ വാക്കല്ല. ഏത് കലഹപ്പെട്ടവരെയും താഴ്ത്തപ്പെട്ടവരെയും ഉയർത്തിക്കൊണ്ടുവരുന്നതായ, മാനിക്കുന്നതായ, സ്നേഹിക്കുന്നതായ, അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതായ ഒരു സ്നേഹത്തിൻ്റെ വാക്കുകൾ അവൻ്റെ നാവിൽ നിന്നും ഉരുത്തിരിയുന്നു. അത് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തതല്ല, ജ്ഞാനമായവൾ അവൻ്റെ ഹൃദയത്തിൽ കൊടുക്കുകയാണ്, അവരുടെ നാവിൽ കൊടുക്കുകയാണ്, അവരുടെ മനസ്സിൽ കൊടുക്കുകയാണ്. അവരാണ് ആലോചന കൊണ്ടുവരുന്നത്. പറയേണ്ടത് എന്തെന്ന് പെട്ടെന്ന് ഉള്ളതായ ഒരു ഡിസിഷൻ. ഒരു കലഹത്തിൻ്റെ മുൻപിൽ 2 വ്യക്തികൾ തമ്മിൽ കലഹിക്കുമ്പോൾ, സമാധാനമില്ലാത്ത ഭവനത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ വാക്കുകൾ പെട്ടെന്ന് ജ്ഞാനം അവിടെ കടന്നു വരുന്നു. എങ്ങനെയാണ് അവർക്ക് സമാധാനം പകർന്നു കൊടുക്കേണ്ടത്, അവരെ തമ്മിൽ ഐക്യത്തിലാക്കേണ്ടത് എങ്ങനെയാണ്, സ്നേഹത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് ദൈവം നമുക്കൊരു ജ്ഞാനം തരുന്നു. അതാണ് ജ്ഞാനത്തിൻ്റെ വഴി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് വിഘടിച്ചാൽ അവരെ എങ്ങനെ നേർവഴിക്കാക്കാമെന്നുള്ളതായ ഒരു ജ്ഞാനം കർത്താവ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അമ്മയപ്പന്മാരോട് എങ്ങനെ സംസാരിക്കണം, അവരുടെ ഗുരുക്കന്മാരോട് എങ്ങനെ ഇടപെടണം, ഈ ലോകത്തിൽ അവർക്ക് ഉയർത്തപ്പെടേണ്ട വഴികൾ ഏതൊക്കെയാണെന്നുള്ളതായ ജ്ഞാനം ആ ക്രിസ്തുവിൽ കൂടെ അത് ലഭ്യമായി തീരുന്നു. ക്രിസ്തീയ ജീവിതം ഇൻപമേറിയ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം മാധുര്യമേറിയ ജീവിതമാണ്. അത് നിന്നെ വഴിയിൽ തകർത്ത് കളയുന്ന ജീവിതമല്ല പ്രിയരെ, അത് നിന്നെ പടിപടിയായിട്ട് ഉയർത്തുന്നതാണ്. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നമുക്ക് ഉയർച്ച സമ്പാദിച്ചു തരുന്നത്, നമ്മെ തള്ളിക്കളയാത്തത്, അവൻ വരുമ്പോൾ അവനോടുകൂടെ കാണപ്പെടുന്നതായ ശ്രേഷ്ഠന്മാരുടെ പട്ടികയിൽ നമ്മളെയും ചേർത്തുകൊള്ളുന്നതായ ആ വലിയ ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ്. നമ്മെ ഇൻപമായ വാക്കുകളോട് ഇങ്ങോട്ട് വരുവീൻ, ഈ ജ്ഞാനത്തെ കൈക്കൊള്ളുവീനെന്ന് ആ ജ്ഞാനമായവൾ വിളിച്ചു പറയുകയാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ആ ആലയത്തിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. എന്താണ് ദാഹം എന്ന് പറയുന്നത്? ജ്ഞാനമായ കാര്യങ്ങളെ ചെയ്യുവാനുള്ള ഒരു മനസ്സൊരുക്കം. അങ്ങനെ മനുഷ്യൻ ദാഹത്തിനടിമകളാണ്. അങ്ങനെ ആ ജ്ഞാനമില്ലാത്തവർക്ക് ദാഹം, അവർക്ക് വിശപ്പ്, എന്ത് കുടിച്ചാലും അവരുടെ വിശപ്പ് ഒടുങ്ങുന്നില്ല, അവരുടെ ദാഹം ഒടുങ്ങുന്നില്ല, പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. അവനിൽ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോടുകൂടെ പോകും. അവൻ ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടും. ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, കോട്ടങ്ങളിൽ നിന്നും, താഴ്ചകളിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ നമുക്ക് മുറുകെ പിടിക്കുവാനുള്ള ഒരു നാമം യേശുവിൻ്റെ നാമം. ആ നാമത്തിന് അവകാശികളായി തീരുന്ന ദൈവമക്കളെ ഓർത്ത് ഈ പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അവനാൽ ഉയർത്തപ്പെടുവാൻ, അവനാൽ മാനിക്കപ്പെടുവാൻ നമുക്കൊരു ഭാഗ്യം ഈ പ്രഭാതത്തിൽ കർത്താവ് നൽകുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരട്ടെ, തലമുറകളിലേക്ക് കടന്നു വരട്ടെ. അത് നമ്മെ വഴി നടത്തും, അത് നമ്മെ പോഷിപ്പിക്കും, അത് നമ്മെ ഉയർത്തും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഗോഡ് ബ്ലെസ് യു.